ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉലുവ കൊണ്ട് ജെല്ല് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഉലുവ നന്നായിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തിട്ട് അതിലേക്ക് സാണ്ടകം ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇളക്കി കുറേ നേരം ഒരു മണിക്കൂറോളം ഇളക്കിയാലാണ് നല്ല ജെൽ പരുവത്തിൽ വരുള്ളൂ. അപ്പോൾ ഈ ജെല്ല് 2-3 പേർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കുറച്ച് പേർ ഓർഡർ വന്നിട്ടുണ്ട്. പിന്നെ എനിക്കും മോക്കും വീട്ടിലെല്ലാവർക്കും ഉപയോഗിക്കാൻ കൂടി വേണ്ടിയിട്ടുള്ള ജെല്ലാണ്. അപ്പോൾ നല്ലതായിട്ട് ഇളക്കി കുറേ നേരം ഇളക്കിയാലാണ് നല്ല ജെല്ല് പരുവത്തിൽ വരുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ചെമ്പരത്തിയുടെ ജെല്ലും ഉണ്ടാക്കിയിട്ടുണ്ട്. ചെമ്പരത്തി ജെല്ല് നല്ല സൂപ്പറാണ്. അത് ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇങ്ങനെ ഇളക്കി നല്ല പരുവത്തിലാക്കി കഴിയുമ്പോൾ നല്ല ജെല്ലായിട്ട്, പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് നേരത്തെ നമ്മൾ വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ലാത്തതിൻ്റെ പേരിൽ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊരു മാസം വരെ ഉപയോഗിക്കാം. അതുപോലെ എടുക്കുമ്പോഴും നമ്മളൊരു സ്പൂണിട്ട് എടുക്കാവുള്ളൂ, കൈയിട്ട് എടുക്കരുത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്കിന്നിലും അപ്ലൈ ചെയ്യാം കേട്ടോ. സ്കിന്നിൽ അറിയാമല്ലോ, ഉലുവ സ്കിന്നിന് നല്ലതാണെന്നുള്ള അറിയാമല്ലോ. അപ്പോൾ സ്കിന്നിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ദേഹം മുഴുവൻ തേച്ച് കുളിക്കാം. അതുപോലെ തന്നെ തലമുടിയെ തേച്ച് ഒരു മണിക്കൂർ ഇരുന്നാൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഞാൻ കറ്റാർവാഴയുടെ ജെല്ലും ഉണ്ടാക്കുന്നുണ്ട്. കറ്റാർവാഴയുടെ ജെല്ല് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയാണ്. പിന്നെ ആളുകൾ ഓർഡർ തരുമ്പോൾ ഞാനത് അവർക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നല്ലതായിട്ട് ജെല്ലാവണമെങ്കിൽ കുറച്ച് നേരം ഇളക്കണം, നന്നായിട്ട് ഇളക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടാക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലുണ്ടാക്കി നിങ്ങൾ ഉപയോഗിക്കുക. സംശയമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സ്കിന്നും ഹെയർ ഒക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കട്ടെ. ഹെയർ ഫോൾ ഉള്ളവർക്ക് നല്ലതാട്ടോ. ഒത്തിരി പേര് പറയാറുണ്ട് മുടി പൊഴിച്ചിലാണോ എന്ന്. അപ്പോൾ മുടി പൊഴിച്ചിലുള്ളവർക്ക് അത്യുത്തമമായിട്ടുള്ള സാധനമാണ് ഈ ഉലുവ ജെല്ല്. ഈ ഉലുവ ജെല്ലിനകത്തേക്ക് ഞാൻ കുറച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായതിൻ്റെ പേര് അവർ പറയാതെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കറ്റാർവാഴയുടെ ജെല്ലും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏത് ടൈപ്പ് ജെല്ലാണെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ആര്യവേപ്പിൻ്റെ ജെല്ല് ഉണ്ടാക്കുന്നുണ്ട് അടുത്ത ദിവസം. ആര്യവേപ്പിൻ്റെ ജെല്ല് അറിയാലോ, ആര്യവേപ്പിൻ്റെ ഗുണങ്ങൾ അറിയാലോ. നമ്മുടെ തലയിലുള്ള താരൻ, അതുപോലെ തന്നെ തലയിലുള്ള ചൊറിച്ചിൽ കാര്യങ്ങളെല്ലാം മാറും. ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം മാറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏത് ടൈപ്പുള്ള ജെല്ല് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കത് പഠിക്കണമെങ്കിലും എങ്ങനെയാണെന്ന് സംശയങ്ങളൊക്കെ ചോദിക്കുക, പറഞ്ഞുതരാം കേട്ടോ. ഞാനിത് ബോട്ടിലാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്തിടാവേ. ഇത് കുറച്ചുകൂടെ ഇളക്കിയാലാണ് ഇതിൻ്റെ കറക്റ്റ് പരുവത്തിലാകുള്ളൂ. കുറേ നേരം ഇളക്കണം. ഞാനിപ്പോൾ ഒരു മണിക്കൂറോളമായി ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ബൈ.